ഓ, എത്ര നാളായി ഇങ്ങനെ പടം കണ്ടിട്ട്. ഒരുപക്ഷെ വർഷങ്ങളായി. 90s ഞാൻ വളർന്നു വരുന്ന 90s ഇത് തന്നെയായിരുന്നു സ്ഥിരം. ഡിസാസ്റ്റർ മൂവീസ്. ട്വിസ്റ്റർ, ഡാൻറ്റെ സ്പീക്ക്, വോൾക്കേനോ, അങ്ങനെ നിരവധി സിനിമകൾ. ഇത് കണ്ടാണ് നമ്മളൊക്കെ വളർന്നത്. അത് സ്റ്റാർ മൂവീസിലാണെങ്കിൽ അതെ, തിയേറ്ററിലാണെങ്കിൽ അതെ. പലവട്ടം കണ്ട പടങ്ങളാണ് ഇതെല്ലാം. പ്രത്യേകിച്ച് ട്വിസ്റ്റർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. പണ്ടേ 96 ഇറങ്ങിയ ട്വിസ്റ്റർ. അതായത് അതിൻ്റെ ഡിസാസ്റ്റർ സംഭവങ്ങൾ മാത്രമല്ല, സ്റ്റോമും ടൊർണേഡോസും അത് മാത്രമല്ല, അതിൻ്റെ അതൊരു ഇമോഷണൽ സംഭവമുണ്ട്. ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു എക്സ് ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ ഡിവോഴ്സ് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്ന ഭാര്യയും ഭർത്താവിൻ്റെയും അതായത് ഗിവ് ആൻഡ് ടേക്ക്, അങ്ങനത്തുള്ള കുറേ അവർ തമ്മിലുള്ള ഡയലോഗ്സ്, അവർ തമ്മിൽ കളിയാക്കുന്നതും അവർ തമ്മിലുള്ളൊരു ഇമോഷണൽ കണക്ഷനും ഒക്കെ കാണിക്കുന്ന സിനിമയും കൂടിയായിരുന്നു. ഇന്നത്തെ സിനിമ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സ്റ്റാൻഡ് ലോൺ സീക്വൽ, ട്വിസ്റ്റേഴ്സ്. ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമ പ്രമിഡ് ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതിൻ്റെ ഡയറക്ടർ ഏറ്റവും നല്ല ഫോറിൻ ഫിലിമിനുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ ആളാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ റെവനൻറ്റിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ജുറാസിക് വേൾഡിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സ്റ്റീവൻ സ്പീൽബർഗ് ആണ്. നീഡ് ഐ സേ മോർ? പക്ഷേ ഇതൊരു ക്ലാസിക്കോ അങ്ങനെയൊന്നുമല്ല, ഒരു കൾട്ട് പടമോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ എനിക്ക് thoroughly എൻജോയബിൾ ആയിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ണായിട്ട് തോന്നി. ത്രില്ലിംഗ് ആണ്, എൻത്രാലിംഗ് ആയിട്ട് തോന്നി ആദ്യം മുതൽ അവസാനം വരെ. പ്രത്യേകിച്ച് എനിക്ക് പണ്ടത്തെ ട്വിസ്റ്റർ ഇഷ്ടമുള്ളത് കൊണ്ടും കൂടിയായിരിക്കണം ഒരുപാട് ഓർമ്മകളിലൂടെ പോകുന്നു. പക്ഷേ ആ ഒരു ഇങ്ങനെ ട്വിസ്റ്റർ ആയിട്ടുള്ള മൂവി കാണുമ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടത് അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കൺട്രി മ്യൂസിക്, ഗ്രാമത്തിൽ കാണിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു അസ്ഥിരം ട്വിസ്റ്റർ 1-ലും ഇതിലും ട്വിസ്റ്റേഴ്സിലും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഐ ആം നോട്ട് ബാക്ക് എന്നുള്ള സംഭവം. അതായത് ഈ തിരിച്ചു വരാൻ മടിക്കുന്ന, എന്തുകൊണ്ടോ തിരിച്ചു വരാൻ മടിക്കുന്ന ക്യാരക്ടേഴ്സ്. അതിലെ മെയിൻ ക്യാരക്ടറും ഇതിലെ മെയിൻ ക്യാരക്ടറുമാണ്. അങ്ങനെ തന്നെയാണ്. കാരണം അവർ ഈ ഫീൽഡ് വിട്ടു, പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തിരിച്ചു വരികയോ ആണ്. അവർ തന്നെ അറിയാതെ ഒരു പക്ഷേ. അതാണ് ഇതിലെയും തീം. ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ കേറ്റ് അങ്ങനെ വരുന്ന ഒരു ക്യാരക്ടറാണ്. റൂട്ട്സിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നമുക്ക് പണ്ട് പാഷനേറ്റ് ആയിരുന്ന ഒരു കാര്യം എപ്പോഴോ നമ്മുടെ നിന്ന് പോയി, പിന്നീട് വീണ്ടും നമ്മൾ ആ ഒരു പാഷനിലേക്ക്, ആ ഒരു പ്രൊഫഷനിലേക്ക് തിരിച്ചു വരുന്ന ഒരു സംഭവം. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതിപ്പം പല പല സിനിമകളിൽ ഒരു തീമായിട്ട് വരാറുള്ളതാണ്. അപ്പം നായകനോ നായികയോ ഒരു കം ബാക്ക്, അത് വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്, ആവേശകരമായൊരു സംഭവമാണ് പലപ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു കൺട്രി മ്യൂസിക്കും ആ സ്റ്റോംസും ടൊർണേഡോസും, അല്ലാതെ ചേസ് ചെയ്യുന്ന ആൾക്കാരും അവരുടെ വട്ടത്തരങ്ങളും അവരുടെ ഒരു ക്രേസിനെസ്സും, ഇതെല്ലാം നല്ലപോലെ ഇതിൻ്റെ അകത്ത് അവർ ആവാഹിച്ചിട്ടുണ്ട്. ആ ഒരു സയൻസും ഒക്കെ. പിന്നെ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്, ഇപ്പോൾ ടൊർണേഡോസ് നമ്മൾ എങ്ങനെ ഉണ്ടാകും ശരിക്കും അറിയത്തില്ല, ഇറ്റ്സ് പാർട്ട് സയൻസ്, ഇറ്റ്സ് പാർട്ട് റിലിജൻ എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡയലോഗായിട്ട് തോന്നി. കാരണം നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നെയും ഉണ്ട്. പക്ഷേ അതിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ ഒരു ത്വര, ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ മനുഷ്യരെ സഹായിക്കാനുള്ള ഒരു ആഗ്രഹം, പലതരത്തിലാണ് ഈ സ്റ്റോം ചേസേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊരു ഒരു ത്രില്ലിംഗ് അഡ്വഞ്ചറായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ത്രില്ലിംഗ് ഒരു മൂവിയായിട്ട് തന്നെ തോന്നി. പ്രത്യേകിച്ച് ആ ഒരു ക്ലൈമാക്സിൻ്റെ സമയത്ത്, ഒരു തിയേറ്ററിലുള്ള ക്ലൈമാക്സ്, സിനിമാ തിയേറ്ററിൽ നടക്കുന്ന ക്ലൈമാക്സ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് തോന്നി. ആ ഒരു പ്ലേസ്മെൻറ്റ്, കാരണം നമുക്ക് ആ ഒരു നമ്മളും സീറ്റ്സ് തിയേറ്ററിലിരിക്കുമ്പോൾ സീറ്റ്സ് കാണുന്നുണ്ട്, അപ്പോൾ അവിടെയും സ്ക്രീനിലും നമ്മൾ സീറ്റ്സ് കാണുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്റ്റോം വരുമ്പോഴുള്ള കാര്യം അവർ കൂടുതൽ പറയുന്നില്ല. സ്റ്റോം വരുമ്പോഴുള്ള അതിന് ശേഷമുള്ള ടൊർണേഡോ ശേഷമുള്ള കാര്യങ്ങൾ കാണിക്കുന്നതൊക്കെ ഇൻ്റലിജൻ്റ് ആയിട്ട് തോന്നി എനിക്ക്. ഏറ്റവും എനിക്ക് മികച്ച തോന്നിയ ആ ഇമോഷണൽ കണക്ഷൻ തന്നെയാണ്. ട്വിസ്റ്ററിലുണ്ടാകുന്ന ഇമോഷണൽ കണക്ഷൻ തന്നെ എനിക്ക് ട്വിസ്റ്റേഴ്സിലും ഫീൽ ചെയ്തു. ഐ എം ഗോയിങ് വിത്ത് 4 out of 5 for Twisters. Thanks for watching.